ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ബാൽക്കണിയിലെ 10 മണി പൂക്കളാണ് ഈ കാണുന്നത്. 10 മണിയുടെ ഒരു 5 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. റെഡിൻ്റെ തന്നെ 2 വേരിയേഷൻ, പിന്നെ ഒരു പിങ്ക് കളർ, വൈറ്റ്, യെല്ലോ. അങ്ങനെ ഈ ബാൽക്കണിയിൽ ഇത് രാവിലെ തന്നെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈയിടെയായിട്ട് 10 മണി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, അതിനകത്ത് നിറയെ മീലി ബഗ്സ്, വെളുത്ത നിറത്തിലുള്ള മീലി ബഗ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കംപ്ലീറ്റ് 10 മണി കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ വേര് മാത്രം നിർത്തി ഇപ്പോൾ ചെയ്യുന്നത് സ്ഥിരമായി വേപ്പെണ്ണയും ഡിഷ് വാഷിൻ്റെ കുറച്ച് കൂടി 1 ലിറ്ററിൽ മിക്സ് ചെയ്തിട്ട് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറേശ്ശെ ബാക്കി പ്ലാന്റ്സിനെയും ഇത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സും കൂടി നമുക്ക് കാണാം. ഇത് നമ്മുടെ അലോവേര പ്ലാന്റ് ആണ്. ഒരു ചെറിയ തൈയിൽ നിന്ന്, ഒരു ചെറിയ കട്ടിങ്ങിൽ നിന്നാണ് ഇത്രയും അലോവേര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ് അലോവേര. നമ്മുടെ മുല്ല വളരെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ തക്കാളി ചെടി തനിയെ ഉണ്ടായി വന്ന ഒരു പ്ലാന്റാണിത്. ഇപ്പം നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു തക്കാളികളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ബോഗൻവില്ലയുടെ 4 വെറൈറ്റി ഉണ്ട്. വൈറ്റ്, പിങ്ക്, പിന്നെ ഒരു പേർപ്പിൾ കളർ, പിന്നെ യെല്ലോ. അതിൽ വൈറ്റും പിങ്കുമാണ് നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. മഴയൊക്കെ കഴിഞ്ഞ് വെയിലായപ്പോൾ ബോഗൻവില്ല നന്നായി ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു വേപ്പാണ്. വേപ്പിനെയും മീലി ബഗ്സ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഇലയും ബാക്കിൽ നോക്കി മീലി ബഗ്സിനൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പോൾ വേപ്പെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് കൊണ്ടുവരികയാണ്. ഹോപ്പ്ഫുള്ളി നമ്മുടെ വേപ്പ് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. വലിയൊരു പോട്ട് തന്നെയാണ് കേട്ടോ നമ്മളത് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് പയറാണ്. 4 പയർ കുത്തിയിട്ട് നമുക്ക് ഒരു പയർ മാത്രമേ മുളച്ച് വന്നുള്ളൂ. ബാക്കി എലി കൊണ്ടുപോയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പയർ ദേ ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5-8 പയർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടം വരെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഇനിയും നടണമെന്നാണ് വിചാരിക്കുന്നത് പയർ. നമ്മുടെ പച്ചമുളകിനും പറഞ്ഞ കുരുടിപ്പ് വന്നിട്ടുണ്ട്. മീലി ബഗ്സും പച്ചമുളകിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ 2 ഹെൽത്തി ആയിട്ടുള്ളത് മാറ്റി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് മീലി ബഗ്സിനെ നോക്കി നമ്മൾ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാൻ 10 മണി വെട്ടിയതിന് ശേഷമുള്ള വിഷ്വൽസാണ്. അത് നിറയെ വൈറ്റ് കളർ മീലി ബഗ്സാണ്. അപ്പോൾ പച്ചമുളക് നോക്കിയപ്പോൾ അതിൻ്റെ ഇലകളുടെ ബാക്കിലും മീലി ബഗ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് വേപ്പെണ്ണ തളിച്ചിട്ട്. അപ്പോൾ മുഴുവനായിട്ട് മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ബാക്കി പ്ലാന്റ്സ് കാണാം. നമ്മൾ കുറച്ച് ചീര നട്ട് കൊടുത്തിട്ടുണ്ട്. ചീരയൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഈ ഒരു പോട്ടിലും കൂടി ചീര നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഇഞ്ചി തൈയും കാണാം. ഇതിനകത്ത് ചീര നട്ടത് ഇച്ചിരി അടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്തൊരു പോട്ടിലും
കുറച്ച് ചീര നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. ഇത് നല്ലൊരു പ്ലാന്റാണ്, റിയോ പ്ലാന്റോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അത്ര കെയറൊന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റാണ്. പുതിയ പുതിയ തൈകൾ ഇങ്ങനെ മുളച്ച് വന്നോളും. നല്ല ഭംഗിയാണ് കാണാൻ. ഇലയുടെ ബാക്കിൽ പർപ്പിൾ കളറായിട്ട്. ഇതും നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയിലൊരു ബൊക്കെ പോലെയൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അടുത്ത ബാൽക്കണിയിൽ ഒരു തക്കാളി ചെടിയും കൂടിയുണ്ട്. ഒരു വേപ്പിൻ്റെ പോട്ടിൽ അറിയാതെ മുളച്ച് വന്നൊരു തക്കാളിയാണ്. പക്ഷെ ആൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ വേപ്പിലും ഇതുപോലെ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ഇലകളെല്ലാം മാറ്റി അപ്പോൾ അത് രണ്ടാമത് പൊടിച്ചു വരുന്നുണ്ട്. കണ്ടോ, രണ്ടാമത് പൊടിച്ചു വരുന്ന വേപ്പാണിത്. നമ്മൾ കുറച്ച് കരിക്കട്ടയെല്ലാം വെച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേവറേറ്റ് പുതിന ചെടിയാണ് മിൻറ്റ്. അപ്പോൾ ഒരു ചെറിയ തൈ വാങ്ങി ഇപ്പോൾ ഇത്രയും നന്നായി ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പം അത്യാവശ്യം പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കെയറൊന്നും ആവശ്യമില്ല. നമ്മുടെ മിൻറ്റ് അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആകെ ചെയ്യേണ്ടത് നന്നായി വെള്ളം കൊടുക്കുക, അത്യാവശ്യം സൺലൈറ്റും വേണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉണങ്ങിയ മിൻറ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടാവും. അത് നമ്മൾ എടുത്ത് കളയണം, എന്നാലേ ചെടിക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിൻറ്റ് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മളിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പനിക്കൂർക്ക നിൽപ്പുണ്ട്. ഇതും നമ്മൾക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത് തന്നെ ഒരു പാമും നിൽപ്പുണ്ട്. ഇത് നമ്മൾ ഈ അടുത്ത് വാങ്ങിയ ഒരു ചെടിയാണ്. പടർത്തിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ ഗ്രില്ലിൽ നമ്മൾ പടർത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ തന്നെ ഒത്തിരി നന്നായിട്ട് അത് ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഗ്രില്ലിൽ പടർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. പോട്ട്സിലെല്ലാം നമ്മൾ വെണ്ട നട്ടിരിക്കുകയാണ്. ഒന്നും മുളച്ചിട്ടില്ല, നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒരു കമ്പെടുത്ത് നട്ടിട്ടുണ്ട്. നന്നായി വരുന്നു വിചാരിക്കുന്നു. ഇൻഡോർ വെച്ചേക്കുന്ന കുറച്ച് ചെടികൾ കാണിക്കാം. വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ. ഇത് എഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു പ്ലാന്റാണ്. ഒത്തിരി കെയറൊന്നും ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് വെള്ളം, മണ്ണ് ഡ്രൈ ആകുമ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ബെഡ്റൂമിന് നല്ല ഒരു ഭംഗിയും ആംബിയൻസും ഒക്കെ തരുന്ന നല്ലൊരു പ്ലാന്റാണ്. അടുത്തത് നമ്മുടെ മണി പ്ലാന്റ്. നേരത്തെ കണ്ട പ്ലാന്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. വൈറ്റ് പോട്ടിൽ മണ്ണിലും ഗ്ലാസ് പോട്ടിൽ വെള്ളത്തിലുമാണ് വെച്ചിരിക്കുന്നത്. മണി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഹാങ് ചെയ്ത് നല്ല ഭംഗിക്ക് തന്നെ ഈ പ്ലാന്റ് ഗ്രോ ചെയ്ത് നിൽപ്പുണ്ട്. ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഗോൾഡൻ പോത്തോസ് വേറൊരു പോട്ടിൽ വെച്ചേക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇത് സിങ്കോണിയം, നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ്. ഒട്ടും കെയർ ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റാണ്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ്. ഇത് പാമിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിനും വെള്ളം അധികം ആവശ്യമില്ല, ഒത്തിരി കെയറും ആവശ്യമില്ല. നമ്മൾ ഉണങ്ങുന്ന ലീവ്സ് ഒന്ന് ട്രിം ഡൗൺ ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇൻഡോഴ്സൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. അടുത്തത് കാണിക്കുന്നത് ഗോൾഡൻ കാസ്കേഡാണ്. ഇത് ആക്ച്വലി ഒരു ഔട്ട്ഡോർ പ്ലാന്റാണ്. നമ്മൾ നമ്മുടെ മതിലിലെല്ലാം പടർത്തിയിടാൻ പറ്റുന്ന ഒരു കേർട്ടൻ പോലെ പടർന്ന് കിടക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ല യെല്ലോ കളർ ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു ഗുണം, ഇത് എപ്പോഴും ഫ്ലവർ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ
ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണെങ്കിലും ഇതിന് ഒത്തിരി സൺലൈറ്റ് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാൽക്കണിയിൽ വെച്ചില്ല. നമ്മുടെ ബാൽക്കണിയിലെല്ലാം ഒത്തിരി സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രില്ലിലാണെങ്കിൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ വെക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ 2 പ്ലാന്റാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ ഒരു പ്ലാന്റ് നശിച്ചു പോയി. ഈ പ്ലാന്റ് വളർത്തിയെടുത്തു. വാങ്ങിയ 2 പോട്ട്സാണ്. ഇത് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുവരെ ഞാൻ ഇത് റിമോട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. നമുക്കിത് കിച്ചണിലാണെങ്കിലും നമ്മുടെ കത്തി, നൈഫ്, അതുപോലെ സ്പാച്ചുല അതെല്ലാം വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ പോട്ട്സ് വാങ്ങുവാണെങ്കിൽ നല്ല ഭംഗിയും ഉണ്ടാവും കിച്ചണിൽ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ, താല്പര്യമുള്ളവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.